ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറിയാണ്. കുടംപുളി ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു കുടംപുളി ചേർത്ത് കൊടുക്കാം. കൂടാതെ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 20 മിനിറ്റ് നേരം കുതിർത്ത് വെക്കണം. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി വയ്ക്കുക. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ഇടത്തരം തീയിൽ വെച്ച് 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത്, 10 വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക. ഇത് 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഇതിലേക്ക് 15 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് 5-6 മിനിറ്റ് മീഡിയം തീയിൽ ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ ചെറിയ ഉള്ളി ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ചെറിയ തീയിൽ 1-2 മിനിറ്റ് നേരം വേവിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത കുടംപുളി വെള്ളത്തോടൊപ്പം ചേർക്കുക. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി തിളച്ചു തുടങ്ങുന്നത് വരെ വേവിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ 500 ഗ്രാം അയില മീഡിയം കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ. മൂടി അടച്ച് മീഡിയം തീയിൽ 10 മിനിറ്റ് നേരം വേവിക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. മീൻ വെന്തതിന് ശേഷം ഇളക്കരുത്, കാരണം മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി അയിലക്കറി റെസിപ്പി തയ്യാർ. കുടംപുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.